ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ സെറ്റ് എക്സാം എന്നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് നമ്മുടെ സെറ്റ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് 2-ാം തീയതിയിലത്തെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല എന്ന ചിന്താഗതിയിലാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ. ആ ചിന്താഗതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ സോറി, അവിടെ ചെറിയൊരു തിരുത്തുണ്ട്. എന്താണ് തിരുത്ത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള സെറ്റ് എക്സാമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2024 NVHSC ഓൾമോസ്റ്റ് എല്ലാ റാങ്ക് ലിസ്റ്റുകളും നിലവിൽ വന്നത്. ഈ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 3 വർഷമാണ്. 2027 ഈ റാങ്ക് ലിസ്റ്റുകളെല്ലാം തീരുകയാണ്. സോ ഡെഫിനറ്റ്ലി 2026 വിജ്ഞാപനം വരികയും 2027 എക്സാമും ഇൻ്റർവ്യൂവും നടന്നാൽ മാത്രമാണ് 2027 അവസാനത്തോടു കൂടിയെങ്കിലും നമുക്ക് എന്ത് വരത്തുള്ളൂ, NVHSC റാങ്ക് ലിസ്റ്റ് വീണ്ടും നിലവിൽ വരത്തുള്ളൂ. ഇവിടെ സബ്ജക്റ്റ് വൈസ് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ജോഗ്രഫി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് 2024 മാത്തമാറ്റിക്സ് NVT ജൂനിയർ 2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. മലയാളം ഇതിൻ്റെ ഇടയ്ക്ക് NVHSC എന്നോടൊപ്പം തന്നെ HSSC മലയാളം, നമുക്കറിയാം ഇപ്പം കഴിഞ്ഞ HSSC പരീക്ഷകളിൽ മലയാളം, ഹിസ്റ്ററി, കമ്പ്യൂട്ടർ സയൻസ് ഇതൊന്നും ഇല്ലായിരുന്നു അല്ലേ. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ HSSC മലയാളത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 2025 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. 2028 വരെയാണ് കാലാവധി. സോ 2027 പരീക്ഷ ഇൻ്റർവ്യൂ നടക്കണമെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് 2026 ഡിസംബറിലെങ്കിലും മലയാളത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഹിസ്റ്ററി, കമ്പ്യൂട്ടർ സയൻസ് ഇതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് വരേണ്ടതാണ്. അപ്പം ഹിസ്റ്ററി 2025 HSSCയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. വീണ്ടും NVTയിലേക്ക് പോവുകയാണെങ്കിൽ കൊമേഴ്സ് 2024 നിലവിൽ വന്നത്. NVT ഇംഗ്ലീഷ് സീനിയർ 2024, NVT മാത്തമാറ്റിക്സ് സീനിയർ 2024, ജൂനിയർ എക്കണോമിക്സ് 2024 നിലവിൽ വന്നിരിക്കുന്നത്. ഇനി NVT ജൂനിയർ ഇൻ ഹിസ്റ്ററി 2024 നിലവിൽ വന്നു. ഫിസിക്സ് 2024 നിലവിൽ വന്നു. ബയോളജി 2024 നിലവിൽ വന്നു. സോ വീണ്ടും ഇംഗ്ലീഷ് ജൂനിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2024 നിലവിൽ വന്നു. NVT ഇംഗ്ലീഷ് ഒരു NCA വിജ്ഞാപനം അല്ലാതെ വന്നിരുന്നു. SC വിഭാഗക്കാർക്കായിട്ടുള്ള ഒരു NCA വിജ്ഞാപനം വന്നിരുന്നു. അതും 2024 തന്നെയാണ് നിലവിൽ വന്നത്. സോ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 വർഷമാണ്. 2027 റാങ്ക് ലിസ്റ്റ് തീരുവാണ്. ഡെഫിനറ്റ്ലി ഈ വർഷം അവസാനത്തോടു കൂടി എന്ത് വരണം, NVHSC വിജ്ഞാപനങ്ങൾ വരണം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ PSC എപ്പോഴും ഏറ്റവും കൂടുതൽ വിജ്ഞാപനങ്ങൾ ഇറക്കുന്നത് നവംബർ ഡിസംബർ സമയത്താണ്. നമ്മുടെ സെറ്റ് എക്സാം എപ്പോഴാണ്? ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. സെറ്റ് എക്സാമിൻ്റെ ഏറ്റവും പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം കഴിഞ്ഞ് കൃത്യം 1 മാസം മാക്സിമം ഒരു 40 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും എന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി ഓഗസ്റ്റിൽ നിങ്ങൾ എക്സാം എഴുതുന്നവർക്ക് എന്തെഴുതാൻ പറ്റും? ഈ നവംബർ ഡിസംബറിൽ വരാൻ പോകുന്ന വിജ്ഞാപനത്തിന് അപ്ലൈ ചെയ്യാനും പഠിക്കാനും പറ്റും. ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം HSSC നല്ലപോലെ എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സെറ്റില്ലാത്തത് കൊണ്ട് അറ്റംപ്റ്റ് ചെയ്യാനേ പറ്റിയില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും NVHSC പുതിയൊരു അവസരവുമായി വന്നിരിക്കുകയാണ്. സോ ഉഷാറായിട്ട് പഠിക്കുക. പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെറ്റ് എന്ന് പറയുന്ന യോഗ്യതയാണ് അല്ലേ. സെറ്റ് എന്ന് പറയുന്ന യോഗ്യതയ്ക്ക് 2 വശം തന്നെ നമുക്കിവിടെ പറയാനുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഹയർ യോഗ്യതകൾ ഉണ്ടാവാം അല്ലേ. ഇപ്പോൾ ഡോക്ടറേറ്റ് ഉണ്ടാവാം, MEd ഉണ്ടാവാം, ഇങ്ങനെയുള്ള ഒരുപാട് യോഗ്യതകൾ നിങ്ങളിൽ പലർക്കും ഉണ്ടാവാം. പല കേസുകളിലും നമ്മൾ സെറ്റ് വേണ്ട എന്ന് ഇതിനു മുൻപുള്ള വിജ്ഞാപനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഭിന്നശേഷിക്കാരുടെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. എന്താണ്? തത്തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള എന്ത് തന്നെ വേണം, ക്വാളിഫയിങ് എക്സാം തന്നെ ക്ലിയർ ചെയ്യണം എന്ന് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ഒരുപക്ഷെ നിർബന്ധിത യോഗ്യത ആവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സോ അതോടൊപ്പം തന്നെ പിന്നെ നമുക്കറിയാം എല്ലാ എക്സാംസിനും NVHSC HSSC എല്ലാ എക്സാംസിനും സെറ്റ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. മിനിമം സെറ്റെങ്കിലും വേണം എന്നുള്ളതാണ്. സോ സെറ്റ് നിങ്ങൾ ഇതിനവരെ ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ മക്കളെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് തന്നെ ക്ലിയർ ചെയ്യുക. നിങ്ങളുടെ മുന്നിൽ 30 ദിവസമേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. 30 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഞാൻ പറയട്ടെ. ഇത് കാണുന്ന എല്ലാവരും പറയും, കണ്ടില്ലേ ഇത്ര അഡ്വൈസ് അല്ലേ പോയിട്ടുള്ളൂ, സോ ഇതിൽ നമ്മൾ എന്തിനാണ് മെനക്കെടുന്നത് എന്ന് ചോദിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് 2025 ഒറ്റയടിക്ക് പോയ അഡ്വൈസ് എത്രയാണ്? ഏകദേശം 65 അഡ്വൈസാണ് പോയത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നൊരു കാര്യമാണ്. അപ്പോൾ എന്ത് മാറ്റവും എവിടെ വേണമെങ്കിലും വരാം. അതിനെ കൃത്യമായി നമ്മൾ റെഡിയായിരിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഓപ്റ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജി. ഇത് മതി സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട്. പക്ഷെ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ മാത്രം 2 പേപ്പർ, ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറും കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ, അഗ്രഗേറ്റ് എത്തുന്ന രീതിയിൽ ഈ 2 സബ്ജക്റ്റിനെയും പഠനം ക്രോഡീകരിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ടെൻഷനൊന്നും വേണ്ട. 30 days നിങ്ങളുടെ മുന്നിലുണ്ട്. കൂളായിട്ട് പഠിച്ച് മുന്നോട്ട് തന്നെ പോവാം.
കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ 30-day ക്രാഷ് പ്രോഗ്രാം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം NVHSC കാൻഡിഡേറ്റ്സ് ഒരുപാട് ആസ്പിരൻസ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും വേണ്ട രീതിയിൽ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ബാച്ചാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ. ഏറ്റവും കൂടുതൽ റിസൾട്ട് ഇന്ന് കേരളത്തിൽ സെറ്റ് എക്സാം, എല്ലാ എക്സാംസും സെറ്റ് ആയിക്കോട്ടെ, അധ്യാപകരുടെ ഏതൊരു പരീക്ഷ ആയിക്കോട്ടെ, അത് കോമ്പറ്റേറ്റീവ് ക്രാക്കർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. സോ ഞങ്ങളുടെ 30-day ക്രാഷ് പ്രോഗ്രാം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ്, അതോടൊപ്പം തന്നെ എക്സ്ക്ലൂസീവ് ലൈവ് സെഷൻസ്. ഈ ലൈവ് സെഷൻസ് എടുക്കുന്നത് ഈ ഒരു മേഖലയിൽ പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ മെൻറ്റർഷിപ്പ് ചെയ്ത് പ്രാവീണ്യമുള്ള അധ്യാപകർ തന്നെയാണ് സബ്ജക്ട്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ജനറൽ പേപ്പർ, ഇതെല്ലാം ഞങ്ങളോടൊപ്പം ഭദ്രമാണ്. ഇങ്ങ് പോന്നോളൂ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ 30-day ക്രാഷ് പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 9746455514 കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു സർപ്രൈസ് ഓഫറും കൂടിയുണ്ട്. സോ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. കാരണം NVHSCയെ കുറിച്ച് പലരും അജ്ഞരാണെന്ന് തന്നെ പറയാം, അല്ലേ? അറിയുന്നില്ല. HSSCക്ക് നമ്മൾ കൊടുത്തൊരു പ്രാധാന്യം, അല്ലെങ്കിൽ HSSCക്ക് മുൻപ് സെറ്റ് ക്ലിയർ ചെയ്യാൻ കൊടുത്ത ഒരു ഇമ്പോർട്ടൻസ് പലരും NVHSCയിൽ കാണിക്കുന്നില്ല. അങ്ങനെയല്ല, NVHSC എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന ഒരു അവസരമാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒട്ടും സമയം കളയാതെ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.